KCB നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകാന്ന് പറഞ്ഞു. പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞ് KCB ആളെ വരട്ടി. അന്ന് ഇയാൾ KCBയുമായി ഒരു തീർപ്പുണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിർത്തിയത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പ് അത് ഒരു ലക്കി ഡ്രോ തട്ടിപ്പാണ്. ഇപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയുക, ഉദ്ഘാടനമാണെങ്കിലും ചടങ്ങുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിലും ആൾക്കാരെ പിടിച്ചെടുക്കാൻ പറ്റുന്നത് ഈ വ്ളോഗർമാരെ കൊണ്ടാണ്. സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം വ്യക്തികളാണ് ഇപ്പോൾ ഐക്കൺ. സിനിമാ നടന്മാരോ അല്ലെങ്കിൽ നടിമാരോ ഒക്കെ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരം ആളുകൾക്ക് ഉണ്ട്. അവരെ കേൾക്കാൻ ആളുകളുണ്ട്, അവരെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടപ്പള്ളിയിൽ നിന്നും പോയ ഒരു കുട്ടി പോയത് തൊടുപുഴയിൽ പോകാനുള്ള കാരണം ഒരു യൂട്യൂബറാണ്. കാരണം ആളുകളെ ഭയങ്കരമായിട്ട് അവരുടെ വേർഡ്സ് കേൾക്കാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ തൊപ്പി, അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകൾ ഈ തൊപ്പിയൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ. മറ്റേ മുകേഷ് എം നായർ പുള്ളി മിക്കവാറും എല്ലാത്തിൻ്റെയും ഉദ്ഘാടകനാണ്, പരസ്യവും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഉദ്ഘാടകനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഒരു KWJയുടെ സ്റ്റിക്കർ ഞാൻ കണ്ടു. കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ആണ് പുള്ളി. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റ് ഫീൽഡിൽ നിൽക്കുന്നപ്പോൾ മാത്രമാണ് യൂണിയനിൽ അംഗത്വമുള്ളത്. അല്ലാതെ ഇതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൽ അംഗത്വം പറ്റത്തില്ല. മുമ്പുള്ള സ്റ്റിക്കർ ആയിരിക്കും. അത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചൊന്നും വലിയ തെറ്റൊന്നുമില്ലല്ലോ.